ഹലോ ഫ്രണ്ട്സ്, സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ ടെലിസൈക്കിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്. അതായത് നമ്മൾ എന്താണോ സങ്കല്പിക്കുന്നത് നമ്മൾ അതായിത്തീരും. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് നമ്മൾ അതിനെ ആകർഷിച്ചു വരുത്തും. നമ്മൾ എന്താണോ നമ്മളെക്കുറിച്ച് സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് രീതിയിലുള്ള ഒരു ഇമേജ് ആണോ നമുക്ക് നമ്മളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്, നമ്മൾ ആ ഒരു ഇമേജിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് വസ്തുത. അതായത് നമ്മൾ മനസ്സുകൊണ്ട് എവിടെ എത്തി നിൽക്കുന്നുവോ അവിടേക്ക് കാലക്രമേണ നമ്മുടെ ശരീരം എത്തിച്ചേരും. അതുപോലെ തന്നെ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും. ഇതാണ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. ഇനി ഉപബോധ മനസ്സിന്റെ ഒരു പ്രത്യയ ശാസ്ത്രം അനുസരിച്ച് സത്യമെന്ന് നമ്മൾ കരുതുന്നത് എന്തും ഉപബോധ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കി തരുമെന്നുള്ളതാണ്. അതിനിപ്പോ ശരിയേതാണ് തെറ്റേതാണെന്ന് ഉപബോധ മനസ്സ് നോക്കുന്നില്ല. നമ്മൾ ശരിയെന്ന് ധരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇനി തെറ്റായി നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണെങ്കിലും അതിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവയോഗ്യമാക്കുക എന്നുള്ളതാണ് ഉപബോധ മനസ്സിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്ത് രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഏത് രീതിയിലുള്ള വസ്തുതകളാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അനുഭവം വ്യക്തമാക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയെ നഷ്ടപ്പെട്ട കഥയാണ് അദ്ദേഹം പറയുന്നത്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഓഫീസ് അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. അന്ന് അവരുടെ ബോസിനെ അയാൾ പരിചയപ്പെടുകയുണ്ടായി. അയാളെ കാണുമ്പോൾ തന്നെ സുന്ദരനായിട്ടുള്ള ധനികനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അതിനുശേഷം അയാൾ ഒരു കഥ മനസ്സിൽ മെനയുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ആ ബോസിനോടൊപ്പം ചുറ്റിക്കറങ്ങുന്നതായിട്ടും തന്റെ ഭാര്യ തന്നിൽ നിന്ന് അകന്നു പോകുന്നതും ഒക്കെ അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഭീതികരമായിട്ടുള്ള ചിന്തകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ വിഴുങ്ങി. അദ്ദേഹത്തിന്റെ വിശ്വാസം പോലെ അത് ഭവിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ വിട്ടു ബോസിനോടൊപ്പം പോവുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഡോക്ടർ ജോസഫ് മർഫിയെ കാണാൻ വരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ മർഫി ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ തന്നെയാണ് നഷ്ടപ്പെടുത്തിയത്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി തീർന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വിട്ടുപോയത്. അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ ഈ രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും സമാധാനത്തിലാണ്. അവർ സമാധാനം ആഗ്രഹിക്കുന്നു, നിങ്ങളും സമാധാനം ആഗ്രഹിക്കുന്നു. ആ സമാധാനത്തിൽ അടിയുറച്ചുകൊണ്ട് നല്ലൊരു സ്നേഹം അല്ലെങ്കിൽ സ്നേഹമുള്ള ജീവിതം കെട്ടിപ്പടുത്തുയർത്തുവാൻ നിങ്ങൾ ഇരുവരും ആഗ്രഹിക്കുന്നു. ഈ രീതിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ജോസഫ് മർഫി അദ്ദേഹത്തോട് പറയുന്നു. അദ്ദേഹം കുറേ ദിവസം തന്നെ അത് ആവർത്തിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിൽ വലിയൊരു മാറ്റമുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യ തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിലേക്ക് മടങ്ങി വരികയും വേറൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുകയും പിന്നുള്ള ജീവിതം അവർ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് ജീവിക്കുകയും ചെയ്തു എന്നാണ് ആ ഒരു കഥയിലൂടെ പറയുന്നത്. ഈ ഒരു ഭാഗത്തെ ന്യായീകരിക്കുവാൻ ബൈബിളിലെ ഒരു കോട്ട് തന്നെ ജോസഫ് മർഫി പറയുന്നുണ്ട്. അതായത് ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്താണോ ഭയപ്പെട്ടത് അതെനിക്ക് ഭവിച്ചു. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സംഭവിക്കാനുള്ള കാര്യങ്ങൾ സംഭവിച്ചു കൊള്ളട്ടെ, അതിനെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. നമ്മളായിട്ട് ഓരോ കാര്യങ്ങൾ ഭയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ, ആവാഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള എല്ലാ സാധ്യതകളും നമ്മളായിട്ട് കൊടുക്കുകയാണ്. എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ്. നമ്മൾ എന്താണോ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത് അതിനെ സത്യമാക്കി തീർക്കുവാൻ ഉപബോധ മനസ്സ് കിണഞ്ഞ് പരിശ്രമിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വാചകത്തെ നമുക്ക് തിരുത്തി പറയുവാൻ കഴിയണം. ഞാൻ ഭയപ്പെട്ടതുപോലെ എനിക്ക് ഭവിച്ചു എന്ന് പറയുന്നതിന് പകരം ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഭവിച്ചു. ഈ ഒരു രീതിയിൽ തിരുത്തി പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാൻ, നല്ല സ്വപ്നങ്ങൾ നെയ്യുവാൻ, നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള ഒരു വ്യക്തിയായി തീരാൻ ആഗ്രഹിക്കുന്നുവോ, നിങ്ങളുടെ വിശ്വാസത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ വിശ്വസിക്കുവാനും ചിന്തിക്കുവാനും എവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.